മകന്റെ വിവാഹവും പുതിയ വീടിന്റെ കയറിത്താമസവും കാത്തിരുന്ന അച്ഛനും അമ്മയ്ക്കും മുന്നിലേക്കാണ് കോട്ടയം സ്വദേശി സ്റ്റെഫിന്റെ മരണവാർത്ത എത്തിയത്. 6 മാസം മുൻപ് നാട്ടിൽ വന്ന് മടങ്ങിയിരുന്നു സ്റ്റെഫിൻ. ഒരാഴ്ച മുന്നേ മാത്രം ജോലി തേടി കുവൈറ്റിലെത്തിയ ശ്രീഹരിയുടെ മരണവും നാടിന് നൊമ്പരമായി. 6 മാസം മുൻപ് നാട്ടിൽ വന്നുപോയതാണ് സ്റ്റെഫിൻ. അടുത്ത മാസം വീണ്ടും നാട്ടിലേക്ക് എത്താനിരിക്കുകയായിരുന്നു. കല്യാണം നിശ്ചയിച്ചിരുന്നു. ഒപ്പം പുതിയ വീടിന്റെ പാലുകാച്ചലും. തീഗോളം സ്റ്റെഫിന്റെ ജീവനെടുത്തപ്പോൾ പൊലിഞ്ഞത് ഭാവി സ്വപ്നങ്ങൾ. പണി തീർന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ ഇനി സ്റ്റെഫിൻ ശാന്തമായി ഉറങ്ങും. വിവരങ്ങൾ അറിഞ്ഞെങ്കിലും അപ്പനോടും അമ്മയോടും പറയാനുള്ള ഒരു വലിയ പ്രയാസം ഞങ്ങൾ കുറേ സമയങ്ങൾ പോയി. ബോഡി മിക്കവാറും ശനിയാഴ്ച വരുമെന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത്. ഇത് വാടകയ്ക്കാണ്. അവരിപ്പോൾ വസ്തു മേടിച്ച് വീട് വെച്ച് ഇവിടെ MG സ്കൂളിൻ്റെ അടുക്കൽ അതിൻ്റെ പണി മിക്കവാറും എല്ലാം തീർന്നു വരിക. ഇപ്പം അടുത്ത മാസം അവസാനത്തോടെ സ്റ്റെഫിൻ വരാനായിരുന്നു. സ്റ്റെഫിൻ വന്നു കഴിഞ്ഞിട്ട് വീടിൻ്റെ കയറിത്താമസവും വിവാഹവും ഒക്കെ നടത്തണം എന്നുള്ളൊരു താല്പര്യത്തിൽ നിൽക്കുകയായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദശേഷം അച്ഛനൊപ്പം ജോലിക്കായി കുവൈറ്റിലേക്ക് പോയതാണ് ചങ്ങനാശ്ശേരി ഇത്തിത്താനം ഇളങ്കാവ് സ്വദേശി ശ്രീഹരി. ഇക്കഴിഞ്ഞ 5-ാം തീയതിയാണ് ശ്രീഹരി കുവൈറ്റിലേക്ക് പോയത്. ഏതായാലും ഇന്ന് വെളുപ്പിനെ 2:30 കൂടിയാണ് സംഭവം സ്ഥിരീകരിക്കപ്പെട്ടത്. കുവൈറ്റിലാണ് അച്ഛനും ജോലി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പോയി മോർച്ചറി പോയി മൃതദേഹം കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. പയ്യൻ പോയിട്ട് ഇപ്പം ജൂൺ 5-ാം തീയതിയാണ് പോയത്. ഒരു ബുധനാഴ്ച പോയി. അടുത്ത ബുധനാഴ്ചയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. പിന്നെ മൃതദേഹം നാളെ വൈകുന്നേരത്തെ ഇപ്പോഴത്തെ ഒരു അറിവനുസരിച്ച് നാളെ വൈകുന്നേരത്തേക്ക് എത്തുമെന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. ശ്രീഹരിയുടെ മരണവാർത്ത ഉൾക്കൊള്ളാൻ പോലും ആകാതെ തളർന്നിരിക്കുകയാണ് ബന്ധുക്കൾ. റിപ്പോർട്ടർ, കോട്ടയം.